US കോടതിയിലെ കേസിൽ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് ഗൗതം അദാനി. കേസ് നിയമപരമായി നേരിടുമെന്നും നിയമവ്യവസ്ഥയോട് വിധേയത്വം പുലർത്തുന്ന സ്ഥാപനമാണ് അദാനി ഗ്രൂപ്പെന്നും അദാനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം കൈക്കൂലിക്കുറ്റം ചുമത്തിയതിന് പിന്നാലെ അദാനിയുമായുള്ള 2 പദ്ധതികളുടെ കരാർ റദ്ദാക്കിയതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ അറിയിച്ചു. ന്യൂയോർക്ക് കോടതിയാണ് ഗൗതം അദാനിക്കെതിരെ അഴിമതിക്കുറ്റം ചുമത്തിയത്. ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. $2 ബില്യൺ മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി നൽകിയെന്നതാണ് കുറ്റം. കമ്പനി അഴിമതിരഹിത നയമാണ് സ്വീകരിക്കുന്നതെന്ന് US ഭരണകൂടത്തെയും നിക്ഷേപകരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വഞ്ചനയ്ക്കും തട്ടിപ്പിനുമാണ് അദാനി ഗ്രൂപ്പിനെതിരെ കേസെടുത്തത്. അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. അദാനി ഇന്ത്യൻ നിയമവും അമേരിക്കൻ നിയമവും ലംഘിച്ചതായി വ്യക്തമായിരിക്കുകയാണെന്നും പല കേസുകളിലായി രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും അദ്ദേഹമാണ് അദാനിയെ സംരക്ഷിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതേസമയം അദാനിക്കെതിരെ കൈക്കൂലിക്കുറ്റം ചുമത്തിയതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളിലും കനത്ത ഇടിവ് അനുഭവപ്പെട്ടു. അദാനിയുമായുള്ള 2 പദ്ധതികളുടെ കരാർ റദ്ദാക്കിയതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ അറിയിച്ചു. നെയ്റോബി വിമാനത്താവള നിർമ്മാണ കരാറും ഊർജ്ജ പദ്ധതിയുമാണ് റദ്ദാക്കിയത്. അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കെനിയയിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.